നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല വിറകടുപ്പിലൊക്കെ വരട്ടിയെടുത്ത ബീഫും ചോറും ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫാഹിൽ റെസ്റ്റോറൻറ്റിൽ പോയാൽ മതി കേട്ടോ. പൊന്നാനി വുമൺ ചൈൽഡ് ഹോസ്പിറ്റലിൽ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഹോട്ടലാണിത്. പണ്ട് പൊരിച്ച പത്തിരിയും നെയ്പ്പത്തിലും ബീഫും ഒക്കെ നമ്മൾ പണ്ട് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയത് ഉച്ച നേരമായിരുന്നു, 1 മണി നേരം. അപ്പം നല്ല സാധാരണ നാടൻ മീൽസ് പറഞ്ഞു കേട്ടോ. മീൽസിൻ്റെ കൂടെ നല്ല നാരങ്ങച്ചാറും ഒരു മത്തൻ്റെ കൂട്ടാനും ഉണ്ട്, പിന്നെ ക്യാബേജ് ഉപ്പേരിയും പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ കുറച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ബീഫിലാണല്ലോ. നല്ല നാടൻ ബീഫ് വരട്ടിയതിൻ്റെ മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ബീഫിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ മോരുകറിയാണ്. അവിടെ മോരുകറി ഉണ്ട് കേട്ടോ ബീഫിൻ്റെ കൂടെ. മോരുകറിയും ബീഫും പിന്നെ ക്യാബേജ് ഉപ്പേരിയും പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, പിന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ മത്തൻ കൂട്ടാനും കുറച്ച് സാമ്പാറും ഒക്കെ കൂടി ഒന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്. പക്ഷേ എനിക്ക് ശരിക്കും ഈ ബീഫാണ് എനിക്ക് വേണ്ടത്. സാമ്പാർ ചോറൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കില്ലേ, ഈ ബീഫിനാണെങ്കിൽ ഭയങ്കര മണം കേട്ടോ. നല്ല നാടൻ മസാലയൊക്കെ ഇട്ട് വിറകടുപ്പിൽ ഇങ്ങനെ ഇവർ വരട്ടിയെടുത്ത് ഉണ്ടാക്കുന്ന ബീഫാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് കുറച്ച് ചോറിലോട്ട് ഇങ്ങനെ വിളമ്പാട്ടോ. എന്നിട്ട് ആ മോരുകറിയും കൂടി ഒന്ന് ഇങ്ങോട്ട് കുഴയ്ക്കണം. പണ്ടേ ഈ മോരുകറിയും പപ്പടവും ബീഫും ഒക്കെ ഉള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേർക്ക് ഈ കോമ്പിനേഷൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ച് മോരുകറി കുഴയ്ക്കാം. നല്ലൊരു ബീഫിൻ്റെ പീസും അതിൻ്റെ ഗ്രേവിയൊക്കെ കൂടി ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഈ മീൽസിൻ്റെ വെറുംചോറിൻ്റെ കൂടെ ബീഫും വെറുംചോറും മോരുകറിയും ഇതിനെ വെല്ലാൻ വേറൊരു കോമ്പിനേഷനും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തൊക്കെയായാലും ചിക്കൻ ഫ്രൈ കൂട്ടിയാലും എന്തൊക്കെ കൂട്ടിയാലും ഇത്രയും ടേസ്റ്റ് കിട്ടില്ല. 65 ആയാലും എന്തൊക്കെയായാലും നാടൻ ബീഫ് വരട്ടിയതും അതിൻ്റെ കൂടെ കുറച്ചൊരാർപ്പാടത്തിന് കുറച്ച് ക്യാബേജ് ഉപ്പേരി ഒരു കഷ്ണം പപ്പടം കൂടി അങ്ങനെ വെച്ചാൽ പിന്നെ പറയുകയും വേണ്ട. പിന്നെ ലേശം നല്ല ചുടിയുള്ള നാരങ്ങച്ചാറൊക്കെ വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം. ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. മത്തൻ കറി കുഴപ്പമില്ല, എനിക്ക് വലിയൊരു ഇഷ്ടമുള്ള സാധനമല്ല. പൊതുവേ ഈ മോരുകറിയുടെയും ബീഫിൻ്റെയും ഒന്നും കൂടെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമല്ല. സദ്യയിലൊക്കെ കുഴപ്പമില്ല. ഏതായാലും അതൊക്കെ കൂട്ടി കഴിച്ചിട്ടോ. ഇതിന് വേറൊന്നും വേണ്ട ശരിക്കും കറിയൊന്നും. നല്ല മോരുകറിയിൽ കുറച്ച് ബീഫിൻ്റെ അരവൊക്കെ ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് 1-2 ബീഫിൻ്റെ കഷ്ണമൊക്കെ വെച്ച് ഇങ്ങോട്ട് ഉടച്ച് കുഴച്ച് കുറച്ച് ഒരു പകുതി പപ്പടത്തിൻ്റെ ഒരു പീസും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട. ചോറ് എത്ര വേണേലും കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ കണ്ട പപ്പട കഷ്ണവും ക്യാബേജ് ഉപ്പേരിയും ഒക്കെ കൂടി അങ്ങോട്ട് വെച്ചാൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ സൂപ്പർ ആർപ്പാടായി. പിന്നെ അവരാണെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് അവിടെ ഓംലെറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ചൂടുള്ള ഓംലെറ്റ് ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ അത് കഴിക്കാൻ ഒരു ചെറിയ കൊതി തോന്നിയപ്പോൾ അതും കൂടി ഓർഡർ ചെയ്തിട്ടോ. ഒരു സിംഗിൾ ഓംലെറ്റ് മതി എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ഓംലെറ്റാണ് ഓർഡർ ചെയ്തത്. അതും കൂടി ഈ ബീഫും മോരുകറിയൊക്കെ കുഴച്ച് അതിലേക്ക് നമ്മൾ ചേർത്ത് കഴിച്ചു കേട്ടോ. അതൊറ്റയ്ക്ക് തന്നെ കഴിക്കാം. ഓംലെറ്റും എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. അതുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞു കേട്ടോ. നന്നായി വെന്തുടഞ്ഞ ബീഫാണ് കേട്ടോ. അതിങ്ങനെ മോരുകറിയും ചോറും ഒക്കെ കുഴച്ച് എത്ര കഴിച്ചാലും ശരിക്കും പറഞ്ഞാൽ മതിയാവില്ല. കറക്റ്റ് നല്ല ഉച്ച നേരത്തിന് എത്തിപ്പെട്ടതുകൊണ്ട് ഈ മോരുകറിയും ബീഫും ഒക്കെ കിട്ടി. കുറച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും കേട്ടോ. മീൽസ് തന്നെ തീരും അവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല എൻജോയ് ചെയ്തുകൊണ്ട് ഇന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഈ വഴിക്കൊക്കെ പോകുന്നവർക്ക് നല്ലൊരു നാടൻ മീൽസൊക്കെ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊരു നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ എൻജോയ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ ഉരുള വരെ ഫിനിഷ് ചെയ്തു. അപ്പോൾ സ്പോട്ട്